നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അതിന്റെ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ കാര്യത്തിൽ ഇളവുണ്ടാകുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തേക്ക് വന്നിരുന്നു. അതിലാണിപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിമിഷപ്രിയ ജയിൽ മോചിതയാകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. യമനിൽ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയായിരുന്നു മലയാളി നഴ്സായ നിമിഷപ്രിയ. എന്നാൽ അതിൽ കാന്തപുരത്തിന്റെ അടക്കം ഇടപെടലാണ് ഇപ്പോൾ ഫലപ്രദമാകുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനിൽക സൈദാണ് ചേരുന്നത്. അനിൽക, ഏറെ ആശ്വാസകരമായിട്ടുള്ള ആ വാർത്ത, നമ്മൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് എന്താണ് ഇപ്പോൾ അറിയിപ്പായി ലഭിച്ചിരിക്കുന്നത്? അനിൽക, കേൾക്കാമെങ്കിൽ നമ്മൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യത്തിൽ എന്താണ് ഇപ്പോൾ അറിയിപ്പായി വരുന്നത്? നിമിഷപ്രിയയുടെ കേസിൽ ഏറ്റവും നിർണായകമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷം നിമിഷപ്രിയയുടെ കുടുംബവുമായും അതോടൊപ്പം തന്നെ യമനിലെ ഭരണാധികാരികളുമായും ഗോത്രതലവന്മാരുമായൊക്കെ തന്നെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ അവിടെ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ഉടൻ മോചിതയാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച തുടരും. ഇതുമായി ബന്ധപ്പെട്ട് വധശിക്ഷ റദ്ദാക്കിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ധാരണയായിട്ടുണ്ട്. ഈ കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്ത് യമനിലെ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ ഗോത്രതലവന്മാരും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നീട്ടിവെച്ച ഘട്ടത്തിൽ തന്നെ ഈ തലാലിന്റെ കുടുംബവുമായി ഈ ദിയാദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യമനിലെ ഭരണാധികാരികളുമായും അത്തരത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം കേന്ദ്ര സർക്കാരിന് അത്തരത്തിൽ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിനകത്ത് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കാന്തപുരം കേന്ദ്ര സർക്കാരിന് കത്തും നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള ചർച്ചകൾ ഈ വധശിക്ഷ നീട്ടിവെച്ച ഘട്ടത്തിൽ പോലും കാന്തപുരം ഇടപെട്ടു. അതിനുശേഷം ഈ യമനിലെ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിസിന്റെ നേതൃത്വത്തിൽ ചർച്ച ഇവിടെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള പ്രധാനപ്പെട്ട, അതായത് ഈ തലാലിന്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ നിലവിൽ അവിടെയുള്ള ഭരണാധികാരികളുമായും ഒക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർ ചർച്ചയുടെ ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലം യമനിലെ ജയിലിൽ കഴിയുന്ന നോർത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായ സഹാൻ ഷംസാൻ അൽ വിസ്വാബി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതായത് യമനിലെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് ആണ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇത്തരത്തിൽ ഒരു കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഇത്തരത്തിലൊരു വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കിയതെന്ന കാര്യമാണ് ഇത്തരത്തിൽ ഈ അദ്ദേഹം ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വധശിക്ഷ